സമാധാനത്തോടെ എങ്ങനെ ജീവിക്കണം എന്ന് മാത്രം അല്ല, ധൈര്യത്തോടെ എങ്ങനെ മരിക്കണമെന്നും കൂടി പറയുന്ന ലോകത്തിലെ ഒരേ ഒരു പുസ്തകം ഈ വേദപുസ്തകമാണ്. ഒന്നും കൂടി ഞാൻ ആ പദം ആവർത്തിക്കട്ടെ. സമാധാനത്തോടെ എങ്ങനെ ജീവിക്കണമെന്ന് മാത്രമല്ല, ധൈര്യത്തോടു കൂടി എങ്ങനെ നമുക്ക് മരിക്കാമെന്നും കൂടി പറയുന്നത് ഈ വേദപുസ്തകമാണ്. വിശുദ്ധ സഭയ്ക്ക് 14 ഈടുറ്റ ലേഖനങ്ങൾ തന്ന ധന്യനായ പൗലോസ് ശ്ലീഹ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും അസാധാരണമായ വെളിപ്പാടും ഉള്ള ഈ ദൈവമനുഷ്യൻ ദൈവസഭകൾക്ക് എഴുതിയ ലേഖനത്തിൽ, തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 1 തെസ്സലോനിക്ക 4:13 അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് വേർപാട് വേദന ഉളവാക്കുന്നത്? വേർപാടിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. ഒരമ്മയുടെ ഉദരത്തിൽ വളരുന്ന ഒരു കുഞ്ഞിന് അത്രമാത്രം അറിവുണ്ടെങ്കിൽ ആ കുഞ്ഞു ചിന്തിക്കും, ഇതാണ് എൻ്റെ ലോകം. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കറിയാം, അതല്ല ലോകം, അതിനപ്പുറത്തൊരു ലോകമുണ്ട്. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ നമുക്കറിയാം. ഒരു കുഞ്ഞ് ജനിക്കുന്നു, 2-ാം മാസത്തിൽ അത് കമന്നു വീഴുന്നു, 3-ാം മാസത്തിൽ അത് നീന്തുന്നു, 4-ാം മാസത്തിൽ ചിലപ്പോൾ അത് ഇരിക്കുന്നു, 6-7 മാസത്തിൽ അത് പിടിച്ചു നിൽക്കുന്നു, 8-9 മാസം 10 മാസത്തിൽ അത് തന്നെ പിച്ച വെച്ച് നടക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും കൃത്യമായി നമുക്കറിയാം അടുത്തതെന്ത് സംഭവിക്കും. നടക്കുന്ന കുഞ്ഞ് നമുക്ക് അടുത്ത സമയങ്ങൾ അറിയാം, അത് വേഗതയിൽ നടക്കാൻ തുടങ്ങും. അതുപോലെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ ദുഃഖത്തിന് കാരണമാക്കുന്നത്. അവിടെയാണ് ധന്യനായ പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത്. ആരാ ഇവിടെ മരിക്കുന്നത്? ഇവിടെ ഈ ലോകത്തിൽ 700-ലധികം കോടി ജനങ്ങളുള്ള ഇവിടെ ദിവസം തോറും ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുന്നുണ്ട്. ആരാ മരിക്കുന്നത്? ക്രിസ്ത്യാനിയാണോ മരിക്കുന്നത്? അല്ലെങ്കിൽ മുസ്ലിമോ ജൈനമതക്കാരനോ ബുദ്ധമനാണോ മരിക്കുന്നത്? അല്ല. മരിക്കുന്നവരെ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേദപുസ്തകത്തിൽ. ഒന്ന്, ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധൻ, അല്ലെങ്കിൽ പാപത്തിൽ മരിക്കുന്ന പാപി. ഇവിടെ 2 പേർ മാത്രമേ മരിക്കുന്നുള്ളൂ. ഒന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധനും പാപത്തിൽ മരിക്കുന്ന പാപിയും. ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധൻ, പാപത്തിൽ മരിക്കുന്ന പാപി. പാപത്തിൽ മരിക്കുന്ന പാപിയുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച് ഈ ലോകത്തിലെ സകലവിധമായ കൊള്ളരുതായ്മകളിലും നടന്ന് തൻ്റെ ഇഷ്ടപ്രകാരം നിന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവനെ വിശുദ്ധ വേദപുസ്തകം വിളിക്കുന്നത് പാപത്തിൽ മരിക്കുന്ന പാപി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പാപത്തിൽ മരിച്ച ഒരു പാപിയുടെ മൃതദേഹത്തിന് മുമ്പിലല്ല. ഞാനിവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നത്, ഇവിടെ പ്രത്യാശ തളം കെട്ടിക്കിടക്കുന്നത് ഒരു പാപിയുടെ മരണത്തിന്റെ മുമ്പിലല്ല. ഒരു ജീവിതകാലം മുഴുവനും കർത്താവിനെ സേവിച്ചും ആത്മാവിലും സത്യത്തിലും ആരാധിച്ചും ദൈവത്തിന് വേണ്ടി നിലകൊണ്ടും ഈ മാവേലിക്കര പട്ടണത്തിൽ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചും അനേക വിശുദ്ധന്മാരെ കൈത്താങ്ങിയും ഒരു സഹോദരിമാർ പറഞ്ഞതുപോലെ ആത്മമണ്ഡലങ്ങളെ ചലിപ്പിക്കുകയും ചെയ്ത ഒരു വിശുദ്ധയുടെ മൃതദേഹത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടു കൂടി പറയാൻ പറ്റും, ക്രിസ്തുവിൽ മരിച്ച ഒരു വിശുദ്ധ. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധ ദാണ്ട കിടക്കുന്നു. അനിത ആന്റി എന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഈ പ്രിയ സഹോദരി ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ക്രിസ്തുവിൽ മരിച്ച ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, ഫിലിപ്പിയ ലേഖനത്തിൽ, കൊലോസ്യ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, തന്റെ മരിച്ചവന്റെ ജീവൻ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു. ഈ ഇരിക്കുന്നത് വെറും മൃതദേഹം മാത്രമാണ്, ജഡമായ ശരീരമാണ്. എന്നാൽ ജീവൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ആന്റിയുടെ ആന്റിയിൽ മരണം സംഭവിച്ചു. ജീവൻ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു. ജീവൻ ക്രിസ്തുയേശുവിൽ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആന്റി എവിടാ? ഈ കിടക്കുന്നത് അനിത ആന്റിയാണോ? അല്ല. നമ്മൾ പറയാറില്ലേ, ദാണ്ടെ നമ്മൾ സാധാരണ മരണ വീട്ടുകളിൽ ചെല്ലുമ്പോൾ ആൾക്കാർ നിലവിളിച്ച് കരയാറുണ്ട്, അയ്യോ എൻ്റെ അച്ചായൻ പോയേ, അല്ലെങ്കിൽ എൻ്റെ അമ്മാമ്മ പോയേ.
അവരവിടെ കിടപ്പുണ്ട്. പക്ഷേ അപ്പം വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എല്ലാം ഒരുപോലെ അറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ കിടക്കുന്നതല്ല ഇത്രയും നാൾ നമ്മുടെ കൂടെ നടന്ന വ്യക്തി. അവർ ഇവിടെ ഈ ദേഹവും ആ അകത്തുണ്ടായിരുന്ന ആ വ്യക്തി പോവുകയും ചെയ്തു. അപ്പോൾ ഈ സഹോദരിയുടെ ജീവൻ ക്രിസ്തു യേശുവിൽ മറഞ്ഞിരിക്കുന്നു. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വെട്ടിയാറിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക കല്ലറയിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ട് വെക്കും. നമ്മളെല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിച്ച് പിരിയും. അവിടം കൊണ്ടൊരു ക്രിസ്തീയ ജീവിതം അവസാനിച്ചോ? അതാണ് ഒരു ഭക്തന്റെ അവസാനം? അല്ല. വേദപുസ്തകം പറയുന്നു, തെസ്സലോനിക്ക ലേഖനം 4:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, അതായത് ക്രിസ്തുവിൽ മരിച്ച ഈ അനിത ആന്റി, ക്രിസ്തുവിൽ മരിച്ചവൻ ആദ്യം പറഞ്ഞ ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ നടക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ചെയ്ത ഈ സഹോദരി, ഭാഗം ഒന്നും കൂടി ഞാൻ പറയട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം അവനോടുകൂടെ ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊരു ആമേൻ പറയാൻ തോന്നുന്നുണ്ടോ? അതിശക്തമായ 3 ശബ്ദങ്ങളാണ് അവിടെ കേൾക്കുന്നത്. കർത്താവ് താൻ ഗംഭീര നാദം. എന്തിനാ കർത്താവ് താൻ ഗംഭീരനാദം? നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാരെ കല്ലറകളെ തുറക്കുന്ന കർത്താവ് താൻ ഗംഭീരനാദത്തോടു കൂടി വരുമ്പോ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഈ അനിതാന്റി, ഈ ജഡം ഇവിടെ ദ്രവിച്ച മണ്ണോട് ചേർന്ന്, അതുകൊണ്ടല്ലേ ആദാമിനോട് പറഞ്ഞത്, നീ മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിനോട് ചേരും. മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ്, അല്ലെങ്കിൽ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ്, അത് എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല, അലിഞ്ഞു ചേർന്ന് ദ്രവിച്ചു ചേർന്ന് ഈ ഭൂമിയിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ക്രിസ്തു കർത്താവ് വെളിപ്പെടുമ്പോ കർത്താവിൽ മറഞ്ഞിരുന്ന ജീവൻ നേരെ എവിടെ അടക്കപ്പെട്ടോ അതിലെ ആ ശരീരത്തിലേക്ക് പോയി വീഴുകയും ആ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുദിനം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് താൻ ഗംഭീരനാദത്തിൽ സംഭവിക്കുന്നത് അതാണ്. എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം? ഉയർക്കപ്പെട്ട വിശുദ്ധന്മാർ, വേദപഠിതാക്കൾ പറഞ്ഞ ഇങ്ങനെയാണ്, ഉയർക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഉയർപ്പ് സംഭവിക്കുമ്പോൾ അതിനെ തടയാൻ നിൽക്കുന്ന അന്തരീക്ഷത്തിലെ വ്യാപാര മണ്ഡലങ്ങളെ വെട്ടുന്ന പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. എന്തിന്? ജീവനോട് ശേഷിച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ രൂപാന്തരപ്പെടുത്താനുള്ള ദൈവത്തിന്റെ കാഹളം. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. നോക്കിയേ, നമ്മളിവിടെ കൊണ്ട് അടക്കി അവിടെ കൊണ്ട് തീരുന്നോ? ഒരു മനോഹരമായ കല്ലറ പണിഞ്ഞു, മാർബിൾ കൊണ്ടുള്ള കല്ലറ പണിഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇവിടെ ഭാരതത്തിൽ ലോകാത്ഭുതങ്ങൾ എന്ന് പറയത്തക്ക വണ്ണം മാറ്റി നിർത്താൻ പറ്റിയ ശവകുടീരങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ രത്നങ്ങൾ പതിപ്പിച്ച ശവകുടീരങ്ങളുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ ആത്മാവിലൊരു കാര്യം, ഒരു ദൂത് പോലെ വിളിച്ചു പറയട്ടെ. വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൽ മരിക്കാത്ത ഒരുത്തന്റെയും ഒരു സഹോദരന്റെയും ഒരു സഹോദരിയുടെയും ശരീരം കർത്താവിന്റെ വരവിങ്കൽ ഉയർത്തപ്പെടുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഈ ശുശ്രൂഷയുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണം. ഞാൻ ചിന്തിക്കുകയാണ്, അനിതാന്റിക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളോട് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതല്ലാതെ ഒന്നും തന്നെ ഈ ആന്റിക്ക് നമ്മളോട് പറയാൻ ഉണ്ടായിരിക്കുകയില്ല. ഇത്രമാത്രം ഈ മാവേലിക്കരെ കുറിച്ചും മാവേലിക്കര പട്ടണത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചും ആഴമായ വേദനയുണ്ട ഒരു സഹോദരിയായിരുന്നു. ഞങ്ങൾക്കറിയാം, ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ അനിതാനിയുടെ മുഖത്ത് നോക്കി ശുശ്രൂഷിച്ചാൽ നമുക്കറിയാം ശുശ്രൂഷ വന്നു പോകും. ആത്മാവിന്റെ ചെറിയ ഒരു ചലനമെങ്കിലും ദൈവസഭയിൽ വെളിപ്പെട്ടാൽ അവിടെ ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നത് ഇപ്പോൾ നിശ്ചലമായി കിടക്കുന്ന ഈ ആന്റിയായിരിക്കും. അതെന്നോടൊപ്പം ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാർക്കും ഒരുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആത്മതന്റെ തലങ്ങളെയും ആത്മാ സാന്നിധ്യത്തെയും അതുപോലെ സെൻസ് ചെയ്ത ഈ സഹോദരി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല.
എന്നാൽ ചില നാളുകൾക്ക് മുമ്പ് അനിത ആൻറ്റിക്ക് സുഖമില്ല എന്നറിഞ്ഞു ഞാൻ ഇവിടെ വന്നു. ആൻറ്റി ആദ്യമേ എന്നെ പറഞ്ഞ കാര്യമാണ്, ഹോസ്പിറ്റലിൽ പോകാനാണ് പറയുന്നതെങ്കിൽ ഇവിടെ നിൽക്കരുത്, ഇങ്ങോട്ട് വരരുത്. എന്നാൽ പരിമല ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ചെന്ന് അരമണിക്കൂറിനകം ഞാൻ ഒരു മണിക്കൂറിനകം ഞാനും പാസ്റ്റർ ആൻസനും കൂടി അവിടെ ചെന്നു. ഐസിയുവിൽ കയറാൻ പറ്റുന്നൊരു സമയമല്ല, പക്ഷേ എങ്കിലും ഞങ്ങൾ അകത്ത് കയറി. ഞാൻ ആദ്യം കയറി, പാസ്റ്റർ ആൻസൺ പിന്നീട് കയറി. ഞാൻ കയറി ചെന്നപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് കുറേ നേരം ഇരുന്നു. എന്നിട്ട് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നേരം ചോദിച്ചത്, മാവേലിക്കര ഇൻ ക്രൈസ്റ്റ് ചർച്ചിൽ പ്രാർത്ഥന നടക്കുന്നുണ്ടോ? തൻ്റെ ജീവന്റെ വേദനയുടെ തൻ്റെ വല്ലാത്ത നിമിഷത്തിലും ഐസിയുവിലായിരിക്കുമ്പോഴും ആ ദൈവദാസിക്ക് പറയാനുള്ളത് വെളിപ്പെടാനുള്ളൊരു ഉണർവിനെ കുറിച്ചല്ലാതെ ഒന്നുമല്ല. എന്തിന് ഞാൻ ഇത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ആന്റിയുടെ സഹോദരങ്ങളായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, ചാർച്ചക്കാരായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ ആന്റിയെ പോലെ പ്രത്യാശയോടെ ഇങ്ങനെ കിടക്കാൻ പറ്റണമെങ്കിൽ ക്രിസ്തുവിൽ മരിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക. ഈ വേദനയുള്ള ശരീരം അവസാന നിമിഷങ്ങളിൽ വേദനയുണ്ടായിരുന്നു, നിലവിളിക്കുമായിരുന്നു, വല്ലാത്ത സാഹചര്യം കൂടിയായിരുന്നു. ആന്റിക്ക് ഉയർപ്പിൽ സംഭവിക്കുന്നത് കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്നത് അത് തന്നെയാണോ? ആ ശരീരം തന്നെയാണോ ഉയർക്കുന്നത്? അങ്ങനെയല്ല. ഫിലിപ്പിയ ലേഖനം 3:21 പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. രോഗമുള്ള, ദുഃഖമുള്ള, പ്രശ്നമുള്ള, പ്രതിസന്ധിയുള്ള, ഹല്ലേലൂയ, ജീർണിച്ച ഈ ശരീരം കൊണ്ട് മണ്ണിൽ വെച്ചാലും കർത്താവിന്റെ വരവെങ്കിൽ ഉയർക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന് അനുരൂപമായ തന്റെ മഹത്വമുള്ള ശരീരം. പാതാളമേ നിന്റെ വിഷമുള്ളവിടെ, മരണമേ നിന്റെ ജയമെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ ഹല്ലേലൂയ മരിക്കുന്ന ഒരു ഭക്തന്റെ ഒരു പ്രത്യാശ. ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു. കൊരിന്ത്യ ലേഖനം പറയുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ വിതയ്ക്കുന്നതല്ല കിളിർക്കുന്നത്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവും. പറവരാമേൻ. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും, നിങ്ങളത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും, ഞാൻ ഈ മൈക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, പ്രാകൃത ശരീരം ഉണ്ട് എങ്കിൽ ആത്മീക ശരീരവും ഉണ്ട്. ഒരു നെൽമണി നമ്മൾ വിതയ്ക്കുന്നു, കിളിക്കുന്നത് നെൽമണിയല്ല, നെൽച്ചെടിയാ വിതയ്ക്കുന്നത്. അതുപോലെ കർത്താവിന്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടത്തക്കവണ്ണം ഈ ശരീരം മാറ്റപ്പെടുന്ന ഒരു കാലമുണ്ട്. രണ്ടു തരം പുനരുത്ഥാനത്തെ കുറിച്ചാണ് വേദപുസ്തകം പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം 12:2 അപ്പോസ്തല പ്രവൃത്തി 24:14 കൂടി ചേർത്ത് പഠിച്ചാൽ നീതിമാന്റെ പുനരുത്ഥാനവും നീതി കെട്ടവരുടെ പുനരുത്ഥാനവും. നീതിമാന്റെ പുനരുത്ഥാനം നിത്യമാനത്തിന് വേണ്ടി അവൻ ഉയർക്കുമ്പോൾ, നീതി കെട്ടവർ നിത്യ ലജ്ജയ്ക്കായി ഉയർക്കും. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ഞാൻ എന്തിനിത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ അനേകർ നശിച്ചു പോകുന്നു. കർത്താവിന്റെ അഭിഷിക്തൻ ആൻസൺ പാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രത്യാശയാണ്. എന്തുകൊണ്ട് ഐസക് കരയുന്നില്ല? എന്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ കരയുന്നില്ല? അവർക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എവിടെയൊക്കെ ഒരു പ്രത്യാശയുണ്ട്. അനിതാനിയുടെ സഹോദരി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ ഉപദേശിക്കുന്ന, ഞങ്ങൾ കൈത്താങ്ങുന്ന, ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന 2 സഹോദരിമാർ ഇപ്പോൾ ഇല്ല. അനിതാന്റെ ബാക്കി വെച്ച ഒരു ശുശ്രൂഷ അവരുടെ കുടുംബത്തിലുണ്ട്. അത് ഏറ്റെടുക്കാൻ സഹോദരിമാരെ നിങ്ങളെയും കർത്താവ് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് മരണം സംഭവിക്കുന്നതെന്ന് ആർക്കും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒത്തിരി ബാങ്ക് ബാലൻസ് വരുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ മരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞ പലരും വേഗത്തിൽ മരിച്ചു.
150 വർഷമെങ്കിലും മിനിമം ജീവിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഈ ഭൂമിയിൽ സകല സമ്പത്തോടും കൂടി ജീവിച്ച ഹല്ലേലൂയ മൈക്കിൾ ജാക്സണും യൗവനപ്രായത്തിൽ മരിച്ചു. അതുകൊണ്ട് മരണം എപ്പോഴെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുപോലെ കർത്താവിന്റെ വരവും എപ്പോൾ എന്ന് പറയാൻ പറ്റുകയില്ല. എൻ്റെ മുമ്പിൽ തന്ന സമയം കഴിഞ്ഞു. പക്ഷേ ഒരു പ്രത്യാശയോടുകൂടി മരണത്തെ കാണാൻ പറ്റിയാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ അവസ്ഥ അതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ചും കൃത്യമായ അറിവ് വേദപുസ്തകം തരും. ഒരു സന്ദർഭം ഞാൻ കേട്ട ഒരു നടന്ന സംഭവം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. അതിങ്ങനെയാണ്. ചില ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ എൻ്റെ അറിവ് ശരിയാണ് 60-50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കർത്താവിൻ്റെ അഭിഷിക്തന്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പ്രതികൂല നടുവിൽ കർത്താവിനെ ആ കാലഘട്ടങ്ങളിൽ ആരാധിക്കാൻ ഇറങ്ങി. തൻ്റെ മൂത്ത സഹോദരൻ മരണാസനനായി നിങ്ങൾക്കടുത്തുള്ള ഈ കായംകുളം പട്ടണത്തിൽ ആയി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ വാളകം TPM ചർച്ചിൽ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ മൂത്ത സഹോദരൻ മരണാസന്നനായി കിടക്കുന്നു എന്ന അറിവ് കിട്ടിയതിനു ശേഷം, അന്ന് വാഹനങ്ങളിലും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം കിട്ടിയ സൈക്കിളിലും നടന്നും കാളവണ്ടിയിലും ഒക്കെ കയറി വേഗത്തിൽ കായംകുളത്ത് വന്നപ്പോൾ ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെയുണ്ട്. പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്. പ്രായമായി മരിക്കാനും കിടക്കുന്ന ഈ അപ്പച്ചൻ, അതായത് ഈ വന്ന ദൈവദാസന്റെ ജ്യേഷ്ഠൻ കട്ടിലിന്റെ വശത്തോട്ട് ചേർന്ന് കിടക്കുക. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, വന്നിട്ട് അനിഞ്ഞനല്ലേ എന്ന് വെച്ച് ഈ ദൈവദാസൻ ജ്യേഷ്ഠന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ചായ ഞാൻ ഇങ്ങോട്ട് ഒന്ന് മാറ്റിക്കിടത്തട്ടെ. ആ ദൈവദാസന്റെ വാക്കിങ്ങനെയാണ്, ഒരു ശുശ്രൂഷകനായിരുന്നിട്ടും സഹോദര നിനക്ക് കാണാൻ പറ്റുന്നില്ലേ? നീ ഒരു ശുശ്രൂഷകനല്ലേ? ഇവിടെ നടക്കുന്ന എന്താന്ന് നീ അറിയുന്നില്ലേ? താണ്ട എന്നെ എടുക്കാൻ താണ്ട ദൂതന്മാർ വന്ന് താണ്ട വരുന്നു. അവർക്കൊന്നിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഈ കട്ടിലിന്റെ വശത്ത് നിന്ന് ഇങ്ങോട്ട്. ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? അവിടെ നിന്ന് കർത്താവിന്റെ അഭിഷേകത്തെ ഇങ്ങനെ പാടി, ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് അതാണ് പ്രത്യാശ. ക്രിസ്തുവിൽ ജീവിക്കുന്നവന്റെ പ്രത്യാശ ഏതാണ്? ക്രിസ്തുവിൽ മരിക്കാൻ പോകുന്നവന്റെ പ്രത്യാശയാണ്. ചുറ്റും കൂടി നിൽക്കുന്നവരോട് വേദന പറഞ്ഞ് പരിഭവം പറഞ്ഞ്